ഓക്കെ, നമ്മുടെ സ്റ്റാറ്റസിനെ കുറിച്ചും റോളിനെ കുറിച്ചും ഉള്ള ഒരു ചാപ്റ്റർ ആണ് 9th ചാപ്റ്റർ സോഷ്യോളജിയിൽ. അതിലെ ഒരു ടോപ്പിക്കാണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്താണെന്ന്. അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്താണ് നമുക്ക് നോക്കാം. എ സോഷ്യൽ പൊസിഷൻ ദാറ്റ് ഈസ് അസൈൻഡ് അറ്റ് ബർത്ത് ഓർ ലേറ്റർ ഇൻ ലൈഫ് ആൻഡ് ഈസ് യൂഷ്വലി പെർമനന്റ്. നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സോഷ്യൽ പൊസിഷനാണ്. അത് സാധാരണഗതിയിൽ അത് പെർമനന്റ് ആണ്. അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് മലയാളത്തിൽ നമുക്കതിനെ ആരോപിത പദവി എന്ന് പറയാം. അതായത് നമുക്ക് ജന്മം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പദവിയാണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. നമ്മൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു എഫേർട്ട് എടുക്കേണ്ടതില്ല. ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന സൊസൈറ്റിയിൽ അറിയപ്പെടുന്ന ഒരു പേര്, അതാണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. സോ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആർ ഇൻവോളണ്ടറി, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല അത് വരുന്നത്, ആൻഡ് ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ആൻഡ് ആർ obtained without any effort or intention of the person. ആ വ്യക്തിയുടെ പ്രത്യേകിച്ചുള്ള ഇന്റൻഷൻ ഇല്ലാതെ തന്നെയാണ് അയാൾക്ക് അത് ലഭിക്കുക, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ്, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസിന് കുറച്ച് എക്സാമ്പിൾസ് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെയാ പറയാൻ സാധിക്കുക? നമുക്ക് എത്തനിസിറ്റി പറയാം, അതുപോലെ തന്നെ എത്തനിസിറ്റി, ബർത്ത് ഓർഡർ, ഹൈറ്റ്, ഒരാളുടെ ഉയരം അല്ലെങ്കിൽ ഐ കളർ ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അയാളുടെ കാസ്റ്റ്, ജാതി, ആൺകുട്ടി ആണോ അല്ലെങ്കിൽ പെൺകുട്ടി ആണോ എന്നുള്ളതൊക്കെ ജന്മം കൊണ്ട് നിശ്ചയിക്കപ്പെടുന്നത്. അതിനുവേണ്ടി ആ വ്യക്തി പ്രത്യേകിച്ച് ഒരു പരിശ്രമം ചെയ്യേണ്ടതില്ല. ഇതാണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് അതാണ്. നെക്സ്റ്റ് പോയിന്റ് വാട്ട് വി ഹാവ് ടു ലേൺ ഈസ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. എന്താണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്? എ സ്റ്റാറ്റസ് ദാറ്റ് ഈസ് ഏൺഡ് ത്രൂ ഇന്റൻഷണൽ പ്രിപ്പറേഷൻ. നമ്മൾ ബോധപൂർവം നമ്മൾ പരിശ്രമം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന സ്റ്റാറ്റസ് ആണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ബോധപൂർവം, a status that is earned through intentional preparation. അച്ചീവ്ഡ് സ്റ്റാറ്റസ് സാധാരണഗതിയിൽ നമ്മൾക്ക് പരിശ്രമത്തിലൂടെയാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഇഷ്ടാനുസരിച്ച് ഷേപ്പ് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് നമുക്ക് ഒരു തരത്തിലും നമുക്ക് അതിന്മേൽ കൺട്രോൾ ഇല്ല. നമ്മൾ ആൺകുട്ടിയായി ജനിച്ചാൽ നമുക്ക് അതിനെ മാറ്റം വരുത്താൻ പറ്റില്ല, പെൺകുട്ടിയായി ജനിച്ചാൽ അതങ്ങനെ തന്നെ. അല്ലെങ്കിൽ നമ്മുടെ ഐ കളർ, ഇതൊന്നും നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. ഹെയർ കളർ, ഇതൊക്കെ എങ്ങനെയാണോ അത് തന്നെ. സ്കിൻ കളർ, ഇതൊന്നും നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല. സോ അതൊക്കെ ബേസിക് ക്വാളിറ്റീസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഏത് കാസ്റ്റിൽ ജനിച്ചു, ഇതൊക്കെ നമ്മുടെ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ്. എന്നാൽ അച്ചീവ്ഡ് സ്റ്റാറ്റസ് കുറച്ചൊക്കെ നമ്മുടെ പരിശ്രമം കൊണ്ട് മാറ്റം വരുത്താവുന്നതാണ്, ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കാവുന്നതാണ്. സോ അച്ചീവ്ഡ് സ്റ്റാറ്റസ് ടെൻഡ് ടു ബി മോർ ഫ്ലെക്സിബിൾ ആൻഡ് ഈസിയർ ടു ചേഞ്ച് എന്നാണ് പറയുക. കുറച്ചും കൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു പോസിബിലിറ്റി ഉണ്ട് അച്ചീവ്ഡ് സ്റ്റാറ്റസിന്റെ കാര്യത്തിൽ. സോ അച്ചീവ്ഡ് സ്റ്റാറ്റസിനെ കുറിച്ച് നമുക്ക് ആ രീതിയിൽ പറയാം. അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉള്ള സ്റ്റാറ്റസ് ആണ് എന്ന് പറയാം. ഇനി അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ സ്റ്റാറ്റസ് ദാറ്റ് ഈസ് ഏൺഡ് ത്രൂ ഇന്റൻഷണൽ എഫേർട്ട്. ബോധപൂർവമുള്ള പരിശ്രമം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സ്റ്റാറ്റസ് ആണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? നമ്മൾ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ആണ് എന്ന് പറയുന്നത് അച്ചീവ്ഡ് സ്റ്റാറ്റസിന്റെ വേറെ എക്സാമ്പിൾ ആണ്. മദർ ആണ്, അല്ലെങ്കിൽ ലോയർ ആണ്, ഡോക്ടർ ആണ്, അല്ലെങ്കിൽ ജഡ്ജാണ്, ഒരു സ്റ്റുഡന്റ് ആണ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബോധപൂർവമുള്ള ഇന്റൻഷണൽ ആയിട്ടുള്ള നമ്മുടെ പരിശ്രമത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതാണ് എന്ന് ഓർമ്മിക്കുക. സോ അച്ചീവ്ഡ് സ്റ്റാറ്റസ് ഈ രീതിയിലാണ്. ഇനി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്റ്റാറ്റസ് ഈസ് എ പേഴ്സൺസ് റാങ്ക് ഓർ പൊസിഷൻ ഇൻ ദ സൊസൈറ്റി എന്ന് പറയാൻ പറ്റും. സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം, ഒരു സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ റാങ്ക് അല്ലെങ്കിൽ പൊസിഷൻ, അതാണ് സ്റ്റാറ്റസ്. സ്റ്റാറ്റസ് ഈസ് എ പേഴ്സൺസ് റാങ്ക് ഓർ പൊസിഷൻ ഇൻ ദ സൊസൈറ്റി ആൻഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഫാക്ടേഴ്സ് ലൈക്ക് ഏജ്, ജെൻഡർ, ക്ലാസ്, ഒക്കുപേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അയാളുടെ ഏജ്, അയാളുടെ ജെൻഡർ, അയാളുടെ ക്ലാസ്, അയാളുടെ ഒക്കുപേഷൻ അല്ലെങ്കിൽ അയാളുടെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ കൊണ്ട് സമൂഹത്തിൽ അയാൾക്ക് ഒരു പദവി ലഭിക്കുന്നു. സമൂഹം അയാളെ ആ പദവിയിലാണ് മനസ്സിൽ കാണുന്നത്. ആ വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജഡ്ജ് അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ആ ഒരു ഡോക്ടർ കൊടുക്കുന്ന എല്ലാ വിലയും നിലയും ആ മനുഷ്യനിൽ കാണുകയാണ്. സമൂഹം, ആ സൊസൈറ്റി ഡോക്ടർക്ക് എത്ര റെസ്പെക്ട് കൊടുക്കുന്നു അതെല്ലാം ആ മനുഷ്യന് കൊടുക്കും. ഇപ്പൊ സമൂഹത്തില് ഒരു പേഴ്സന്റെ റാങ്കിനെ അല്ലെങ്കിൽ പൊസിഷനെ നമുക്ക് എന്ത് പറയാം? സ്റ്റാറ്റസ് എന്ന് പറയാം. സ്റ്റാറ്റസ് രണ്ട് വിധമുണ്ട്, അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. അച്ചീവ്ഡ് സ്റ്റാറ്റസും ഉണ്ട്, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും ഉണ്ട്. അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആരോപിത പദവിയാണ്, ജന്മം കൊണ്ട് ലഭിക്കുന്ന പദവിയാണെങ്കിൽ അച്ചീവ്ഡ് സ്റ്റാറ്റസ് പരിശ്രമം കൊണ്ട് ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന പദവിയാണ്. അത് സംവാട്ട് ഫ്ലെക്സിബിൾ ആണ്, കുറച്ചൊക്കെ
നമുക്ക് വേണമെങ്കിൽ അതിൽ മാറ്റം വരുത്താൻ കഴിയുന്ന തരത്തിലുള്ള പദവിയാണെന്ന് പറയാം. എന്തായാലും സ്റ്റാറ്റസിനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റാറ്റസ് എന്തായാലും ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അയാള് ഇറ്റ് ഇൻഫ്ലുവൻസസ് എ പേഴ്സൺസ് പേഴ്സണാലിറ്റി ആൻഡ് ദെയർ ഓപ്പർച്യൂണിറ്റീസ് വിത്തിൻ ദ സൊസൈറ്റി. സമൂഹത്തിലെ ആ സ്റ്റാറ്റസ് അവരുടെ അവസരങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ഈസ് ഓൾസോ ക്ലോസ്ലി കണക്റ്റഡ് ഓർ ടൈഡ് ടു പവർ ഡൈനാമിക്സ്. സമൂഹത്തിലെ അധികാര ശ്രേണിയുമായും അതിന് ബന്ധമുണ്ട് എന്ന് പറയാൻ സാധിക്കും. പവർ ഡൈനാമിക്സുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ വിത്ത് ഹയർ സ്റ്റാറ്റസ്, ഉയർന്ന സ്റ്റാറ്റസിലുള്ളവർക്കൊക്കെ കൂടുതൽ അധികാരങ്ങൾ കിട്ടുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അതേസമയം താഴ്ന്ന സ്റ്റാറ്റസിലുള്ളവർക്ക് പലപ്പോഴും അത്ര അധികാരങ്ങൾ ഇല്ല, അഥവാ കീഴെ വിധേയപ്പെട്ട് നിൽക്കേണ്ടുന്ന ഒരു സ്റ്റാറ്റസ് ആണ് പൊതുവെ നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്നത് എന്ന് പറയാൻ സാധിക്കും. സ്റ്റാറ്റസ് ഈസ് ഓൾസോ closely tied to power dynamics, with those with higher status often wielding more power and authority than the lower status.